എന്നാണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്ന പ്രഭാഷങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലൂടെയാണ്. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടി വെക്കുകയും അരുത്. അപ്പം നമ്മുടെ എല്ലാം ഒരു എന്താ പറയുക, കുഞ്ഞിലേ തൊട്ടുള്ളൊരു സ്വഭാവമാണ് ഇച്ചിരി മടി അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിക്കാനുള്ളപ്പോഴായാലും വിചാരിക്കും, ഇന്നത് മതി, നാളെ ആവാം. പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ നാളെ നാളെ എന്ന് കൂട്ടി വയ്ക്കുന്നതോറും അതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ പെരുകി പിന്നെ നമുക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാവും, പഠിച്ചാൽ തീരുകയില്ല. അപ്പം എന്ത് ചെയ്യും, അതുപോലെയാണ് ഈശോയുടെ നമ്മൾ ഈശോയെങ്കിലേക്ക് തിരിയാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു വഴിപാടുണ്ട്, ഈശോയുടെ അടുത്ത് പള്ളിയിൽ പോകണം, നമുക്ക് ഇന്നൊരു ദുശീല സ്വഭാവം നിർത്തണം, ഈശോയുടെ ഒരു പ്രോമിസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നീട്ടി വെക്കരുത്, പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഈശോ പറയുന്നത്. നീട്ടി വെച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും കുഴിമടിയന്മാരായിട്ട് മാറും. അപ്പം ഈ വചനത്തിലൂടെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ, ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മളെപ്പോഴും ഇന്ന് ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു മടിയൊക്കെ ഉണ്ടെങ്കിൽ നീ അങ്ങ് എടുത്ത് മാറ്റിയേക്കുന്നതെന്ന്.